ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കൺജക്ഷനാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ കൺജക്ഷനായ ബിക്കോസ് എന്നുള്ള കൺജക്ഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തൊട്ട് മുന്നത്തെ വീഡിയോസ് കാണാത്തവരൊക്കെ തീർച്ചയായിട്ടും കാണണം കേട്ടോ. ഓരോരോ കൺജക്ഷൻസും ഓക്സിലറീസും ഒക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡെയിലി ലൈഫിൽ പറയാവുന്ന സെൻറ്റൻസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ബിക്കോസ് എന്നുള്ള കൺജക്ഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബിക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാരണം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ ഇന്നത് കൊണ്ട് എനിക്ക് കഴിഞ്ഞില്ല, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അതായത് അതിൻ്റെ ഒരു കാരണം അതാണ്. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാം. അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ എത്താത്തത് കൊണ്ട് എനിക്ക് ഡോക്ടറെ കാണാൻ കഴിഞ്ഞില്ല. ഞാൻ നേരത്തെ എത്താത്തത് കൊണ്ട് എനിക്ക് ഡോക്ടറെ കാണാൻ കഴിഞ്ഞില്ല. അപ്പം കാരണം എന്താണ്? ഞാൻ നേരത്തെ എത്താത്തതാണ്. അപ്പം ഈ കൊണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മൾ ഇന്നത് ചെയ്ത് കാരണം ഇന്നത് എന്ന് പറയാറുണ്ടല്ലോ. അപ്പം അതുപോലെ പറയാനാണ് നമ്മൾ ബിക്കോസ് എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ എത്താത്തത് കൊണ്ട് എനിക്ക് ഡോക്ടറെ കാണാൻ കഴിഞ്ഞില്ല എന്നെങ്ങനെ പറയാം? ബിക്കോസ് ഐ ഡിഡ്ന്റ് അറൈവ് ഏർലി ഐ കുഡിന്റ് സീ ദ ഡോക്ടർ എന്നാണ്. അപ്പോൾ നമ്മൾ ബിക്കോസ് ഫസ്റ്റ് വന്നത് കൊണ്ട് തന്നെ നമുക്ക് സെൻറ്ററിൽ ഒരു കോമ ഇട്ടിട്ട് വേണം ഐ കുഡിന്റ് സീ ദ ഡോക്ടർ എന്ന് പറയാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ്, ഇന്ന് വെയിലില്ലാത്തത് കൊണ്ട് തുണികളൊന്നും ഉണങ്ങിയില്ല. ഇന്ന് വെയിലില്ലാത്തത് കൊണ്ട് തുണികളൊന്നും ഉണങ്ങിയില്ല എന്നെങ്ങനെ പറയാ? കാരണം എന്താണ്? വെയിലില്ലാത്തതാണ് അല്ലേ, തുണികൾ ഉണങ്ങിയില്ല. എന്തുകൊണ്ട്? വെയിലില്ലാത്തത് കൊണ്ട്. അപ്പം ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ബിക്കോസ് എന്ന് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഉണങ്ങാത്ത തുണിയാണ് അല്ലേ, തുണിയാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പം ദ ക്ലോത്ത്സ് ഡിഡ്ന്റ് ഡ്രൈ ടുഡേ, ദ ക്ലോത്ത്സ് ഡിഡ്ന്റ് ഡ്രൈ ടുഡേ. ഇവിടെ ഞാൻ സെൻറ്ററിൽ ബിക്കോസ് യൂസ് ചെയ്ത് മെത്തേഡാണ് പറയുന്നത് കേട്ടോ. അപ്പം ശ്രദ്ധിക്കുക, ദ ക്ലോത്ത്സ് ഡിഡ്ന്റ് ഡ്രൈ ടുഡേ, ഇന്ന് തുണികളൊന്നും ഉണങ്ങിയില്ല. ബിക്കോസ് കാരണം എന്താണ്? ദർ വാസ് നോ സൺ, ദർ വാസ് നോ സൺ, ഇന്ന് വെയിലില്ലായിരുന്നു. അപ്പോൾ ദ ക്ലോത്ത്സ് ഡിഡ്ന്റ് ഡ്രൈ ടുഡേ ബിക്കോസ് ദർ വാസ് നോ സൺ. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ സെൻറ്ററിൽ നമ്മുടെ കൺജക്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഏത് കൺജക്ഷൻ ആയാലും സെൻറ്ററിൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കോമ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഫസ്റ്റിലാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? കോമ കൊടുക്കണം. സെൻറ്ററിൽ കോമ കൊടുക്കണം. ഓക്കെ, ഞാൻ അങ്ങോട്ട് വരില്ല കാരണം നിങ്ങൾ എന്നെ കളിയാക്കും. നമ്മൾ പറയാറുണ്ടല്ലേ, ഞാൻ അങ്ങോട്ട് വരില്ല കാരണം നിങ്ങൾ എന്നെ കളിയാക്കും. ഇപ്പം എന്തെങ്കിലും ഒരു കുഞ്ഞി സംഭവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പറയാറുണ്ടല്ലേ, തമാശയിലൊക്കെ. ഞാൻ അങ്ങോട്ട് വരില്ല, നിങ്ങൾ എന്നെ കളിയാക്കും. ഞാൻ അങ്ങോട്ട് വരില്ല കാരണം നിങ്ങൾ എന്നെ കളിയാക്കും. ഇവിടുത്തെ കാരണമാണ് നമ്മുടെ കൺജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് വരില്ല, ഐ വോണ്ട് കം ദർ, യു വിൽ മേക്ക് ഫൺ ഓഫ് മീ. അപ്പോൾ നിങ്ങൾ എന്നെ കളിയാക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഫൺ ഓഫ് മീ, എന്നെ കളിയാക്കുക. ഫൺ പറഞ്ഞാൽ കളിയാക്കുക അല്ലേ. അപ്പം യു വിൽ മേക്ക് ഫൺ ഓഫ് മീ, നിങ്ങൾ എന്നെ കളിയാക്കും. ഐ വോണ്ട് കം ദർ, ഐ വോണ്ട് കം ദർ ബിക്കോസ് യു വിൽ മേക്ക് ഫൺ ഓഫ് മീ. ഞാൻ അങ്ങോട്ട് വരില്ല കാരണം നിങ്ങൾ എന്നെ കളിയാക്കും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, ഞാൻ അവളെ വിളിച്ചില്ല കാരണം എൻ്റെ ഫോണിൽ ബാലൻസ് ഇല്ല. ഞാൻ അവളെ വിളിച്ചില്ല കാരണം എൻ്റെ ഫോണിൽ ബാലൻസ് ഇല്ല എന്നെങ്ങനെ പറയാം? എൻ്റെ ഫോണിൽ ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവളെ വിളിച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യാം. ഐ ഡിഡ്ന്റ് കോൾ ഹർ ബിക്കോസ് ഐ ഡിഡ്ന്റ് ഹാവ് ബാലൻസ് ഓൺ മൈ ഫോൺ. അപ്പോൾ ഐ ഡിഡ്ന്റ് കോൾ ഹർ, ഞാൻ അവളെ വിളിച്ചില്ല കാരണം ബിക്കോസ് ഐ ഡിഡ്ന്റ് ഹാവ്, എൻ്റെ ഫോണിൽ ബാലൻസ് ഇല്ല എന്നാണ്, പാസ്റ്റാണ് പറയുന്നത്. അപ്പം ഐ ഡിഡ്ന്റ് ഹാവ് ബാലൻസ് ഓൺ മൈ ഫോൺ. ഇനി നമുക്ക് ഇങ്ങനെ പറയാം, എൻ്റെ ഫോണിൽ ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അവളെ വിളിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ എനിക്ക് അവളെ വിളിക്കാൻ കഴിഞ്ഞില്ല കാരണം എൻ്റെ ഫോണിൽ ബാലൻസ് ഇല്ല എന്ന് പറയുകയാണെങ്കിലോ, ഐ കുഡിന്റ് കോൾ ഹർ ബിക്കോസ് മൈ ഫോൺ ഡിഡ്ന്റ് ഹാവ് എനി ബാലൻസ്. ഇങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ. നെക്സ്റ്റ്, ഞാൻ ഇന്നലെ വീട്ടിൽ പോയില്ല കാരണം എൻ്റെ ഡ്രസ്സ് തയ്ച്ചിട്ടില്ലായിരുന്നു അല്ലേ.
ഞാൻ ഇന്നലെ വീട്ടിൽ പോയില്ല കാരണം എൻ്റെ ഡ്രസ്സ് തയ്ച്ചിട്ടില്ലായിരുന്നു എന്ന് പറയണമെങ്കിലോ ഐ ഡിഡ്ന്റ് ഗോ ഹോം യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ വീട്ടിൽ പോയില്ല ബിക്കോസ് മൈ ഡ്രസ് ഹാഡന്റ് ബീൻ സ്റ്റിച്ച്ഡ്. എന്താണ് ബിക്കോസ്? കാരണം എന്താണ്? മൈ ഡ്രസ് ഹാഡിൻ തയ്ച്ചിട്ടില്ലായിരുന്നു എന്നാണ് അല്ലേ, കഴിഞ്ഞു പോയതാണ് പറയുന്നത്. ഹാഡിൻ്റെ ബീൻ സ്റ്റിച്ച്ഡ്. അപ്പം ഇവിടെ ബീൻ വന്നത് കൊണ്ട് സ്റ്റിച്ചിങ് അല്ലേ വരിക എന്നല്ല, ഇവിടുത്തെ സ്റ്റിച്ച്ഡ് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്. സോ നമ്മളവിടെ സ്റ്റിച്ചിൽ കഴിഞ്ഞു പോയി എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇനി നമുക്കിവിടെ വാസിൻ്റെ വേണമെങ്കിലും ഇവിടെ യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ ഡ്രസ്സ് തയ്ച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കവിടെ ആഡിൻ്റെ യൂസ് ചെയ്യാം. അതേ സിറ്റുവേഷനിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ വോസിൻ്റെ യൂസ് ചെയ്തും പറയാം. ഒരു വസ്തുവാണല്ലോ നമ്മൾ പറയുന്നത്, അപ്പോൾ വേണമെങ്കിൽ നമുക്ക് വാസിൻ്റെ യൂസ് ചെയ്തും പറയാം. ഒരു വസ്തു നമ്മുടെ സ്വന്തമായത് കൊണ്ട് അവിടെ ഹാഡിൻ്റെ യൂസ് ചെയ്തും പറയാം, രണ്ടും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ വാസിൻ്റെ യൂസ് ചെയ്ത് എങ്ങനെയാ പറയുക? ഐ ഡിഡ്ന്റ് ഗോ ഹോം യെസ്റ്റർഡേ ബിക്കോസ് മൈ ഡ്രസ് വാസിന്റ് സ്റ്റിച്ച്ഡ്. വാസിന്റ് സ്റ്റിച്ച്ഡ് അല്ലേ? അവിടെ വാസിന്റ് ആണെങ്കിലും നമുക്കറിയാം എന്താണ്, അവിടെ വാസിന്റ് ആണെങ്കിലും നമ്മുടെ ING ഫോമാണ് വരിക. പക്ഷേ നമ്മുടെ ഹാഡിൻ്റെ ബീൻ യൂസ് ചെയ്തത് പോലെ തന്നെയാണ് ഇവിടെ വാസിന്റും അതുപോലെ ഹാഡിൻ്റെ ബീനും അല്ലേ. ബീൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഹാഡിൻ്റെ മാത്രമല്ല ഹാഡിൻ്റെ ബീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കവിടെ ഹാഡിൻ്റും വോസിൻ്റും ഹാഡിൻ്റെ ബീനും വോസിൻ്റും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാം. ഓക്കെ, രണ്ടും വലിയ വ്യത്യാസമില്ലല്ലോ. നമ്മൾ ടെൻസസിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ്? ബിക്കോസ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് അല്ലേ. ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ അവൾക്ക് മെസ്സേജ് ഇട്ടില്ല അല്ലെങ്കിൽ ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചില്ല കാരണം എൻ്റെ ഫോണിൽ നെറ്റ് തീർന്നു. ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചില്ല കാരണം എൻ്റെ ഫോണിൽ നെറ്റ് തീർന്നു. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ കാരണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ബിക്കോസ് എന്ന കൺജക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. വീഡിയോ മുഴുവനെ കണ്ടതിന് ശേഷം ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മുമ്പത്തെ കൺജക്ഷൻ വീഡിയോസ് മുഴുവനും കാണുക. അതിന് തൊട്ട് മുമ്പേ നമ്മൾ ഓക്സിലറി ഓരോന്ന് വെച്ചിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. അങ്ങനെ സിമ്പിളായിട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. അതിനുശേഷം സംസാരിക്കാനായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.